പിന്നെ ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ മാധവിക്കുട്ടിക്ക് പ്രണയം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നവർ മനസ്സിലായോ? നിങ്ങളിൽ പ്രണയിക്കാത്തവരാരാണ്? ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയമുണ്ട്. എല്ലാം സ്നേഹമാണ്. കാരണം പ്രണയമില്ലാത്തവൻ പൊട്ടനാണ്. അവന് തലയ്ക്ക് എന്തെങ്കിലും അസുഖം കാണും. പ്രണയം ഉണ്ടാവും. പുനത്തിൽ കുഞ്ഞബ്ദുള്ള പറഞ്ഞിട്ടുണ്ട്, മഹാന്മാരായാൽ ജവഹർലാൽ നെഹ്റുവിന് പ്രണയം ഉണ്ടായിരുന്നു. നമ്മൾ രാജീവ് ഗാന്ധി പ്രണയിച്ചാണ് കല്യാണം കഴിച്ചത്. ജവഹർലാൽ നെഹ്റുവിന് പ്രണയം ഉണ്ടായിരുന്നു. വാജ്പേയിക്ക് ഉണ്ടായിരുന്നു. മാധവിക്കുട്ടി മരിക്കുന്നവരെയും ചൂടുള്ള പ്രണയമാണ് ആവശ്യമെന്ന് ഏറ്റവും മലയാളം ബഹുമാനിക്കുന്ന മാധവിക്കുട്ടി, ആ അമ്മ കമലാസുരയ്യ മരണം വരെയും പറയുന്ന ഒരു സ്നേഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമാണ്. ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ സൈബർ ഇടങ്ങളിൽ മനസ്സിലാക്കൂ. ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയമുണ്ട്. നമസ്കാരം. പ്രതിപക്ഷത്തെ ഒരു MLA-യുടെ പീഡന വിഷയങ്ങളുമായിട്ട് നിരന്തരം ഇപ്പോൾ ഒരു 4-5 മാസമായിട്ട് ചർച്ച നടക്കുന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഭരണതലത്തിൽ തന്നെ, പ്രത്യേകിച്ചും മന്ത്രിതലത്തിൽ പുതിയൊരു സംഭവവികാസം ഉണ്ടായിരിക്കുന്നു. ആരും കാര്യമായിട്ട് എവിടെയും ചർച്ച ചെയ്യുന്നില്ല. മറ്റാരുമല്ല, KB ഗണേഷ് കുമാറിൻ്റെ ഒരു വിഷയമാണ്. KB ഗണേഷ് കുമാറിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ സ്ത്രീ വിഷയത്തിനകത്ത് ലീലാവിലാസങ്ങളിൽ അത് ഏത് മന്ത്രിസഭയിലാണെങ്കിലും ആ വ്യക്തി ഉണ്ടാവാറുമുണ്ട്. അതിൻ്റെ പേരിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഈ പൊതുസമൂഹം അനുഭവിച്ചിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. നമുക്കറിയാം, ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ പോലും കൂടെ KB ഗണേഷ് കുമാർ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ യാമിനി തങ്കച്ചി, ഡോക്ടർ യാമിനി തങ്കച്ചിയായിട്ടുണ്ടായിരുന്ന പ്രശ്നം അതിരൂക്ഷമാവുകയും അയാളെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തുകയും അതിനുശേഷം യാമിനി തങ്കച്ചിയായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തു, അതല്ലെങ്കിൽ അവരെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും മന്ത്രി പ്രവേശനത്തിന് വന്നപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ അതിന് അല്പം ബുദ്ധിമുട്ട് പറയുകയും അതിൻ്റെ പേരിൽ ഉമ്മൻചാണ്ടിക്കെതിരെ പണി കൊടുക്കും എന്നന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും കൂടെ അത് ഇത്രയും ഗൗരവത്തിൽ പോകില്ല എന്ന് അന്ന് കൂട്ടത്തിലുണ്ടവർ ധരിച്ചിരുന്നെങ്കിൽ പോലും കൂടെ പ്രതീക്ഷിച്ചതിനേക്കാളും 4 ഇരട്ടി പണി കൊടുത്തുകൊണ്ട് ഉമ്മൻചാണ്ടിയെ ഒതുക്കി ഇല്ലാതാക്കി എന്ന് മാത്രമല്ല മണ്ണിൻ്റെ അടിയിലേക്ക് ആക്കാനായിട്ട് ഇങ്ങടെ ആ ഒരു സംഭവം മുന്നോട്ട് നിന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. മറ്റൊന്നുമല്ല, സോളാർ നായികയായിരുന്ന സരിതേനെ ഉപയോഗിച്ചുകൊണ്ട്, സരിതേനെ അന്ന് ഉപയോഗിച്ചത് ശരിക്കും പറഞ്ഞാൽ ഈ KB ഗണേഷ് കുമാറാണെന്ന് നമുക്കറിയാം. KB ഗണേഷ് കുമാറിൻ്റെ പിന്നിൽ തലത്തിൻ്റെ അപ്പസ്തോലനായ ഒരു കിങ് പിന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം അതല്ല. KB ഗണേഷ് കുമാറിൻ്റെ ഇപ്പോഴത്തെ നിലവിലുള്ള ഭാര്യയെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അത് KSUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് യദു കൃഷ്ണനാണ് ആ വിഷയം സംബന്ധിച്ച് പുറം ലോകത്തെ അറിയിച്ചിരിക്കുന്നത്. അതായത് ഞാൻ ആദ്യമേ തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് പൊതുമണ്ഡലത്തിലേക്കൊന്ന് അറിയിക്കുന്നു. പലരും ഇതിനോടകം അറിഞ്ഞിട്ടുണ്ടാവാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു വിഷയം. അതായത് ഭാര്യയെ മന്ത്രി ഗണേഷ് തല്ലിയോ? പിണറായി ഇത് അറിഞ്ഞില്ലേ? മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് MJ യദുകൃഷ്ണൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഗണേഷ് കുമാറിൻ്റെ കുടുംബ വീട്ടിൽ വെച്ച് ഗണേഷ് കുമാറിൻ്റെ ഡ്രൈവർ ഗണേശിൻ്റെ ഭാര്യയെ മർദ്ദിച്ചതുൾപ്പെടെയുള്ള വിവരണങ്ങളാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപണങ്ങളായി ഉയർത്തിയിട്ടുള്ളത്. മന്ത്രിയുടെ ഭാര്യയ്ക്ക് പരിക്കേൽക്കുകയും 112ലേക്ക് വിളിച്ച് പോലീസ് എത്തുകയും ചെയ്തിട്ടും നടപടിയെടുക്കാൻ തയ്യാറായില്ലെന്നും പോസ്റ്റിൽ പറയുന്നു. പരാതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായെന്ന് അറിയില്ലെന്നും മന്ത്രിയുടെ വീട്ടിലെത്തിയ പോലീസിന് ഗണേഷ് കുമാറിനെതിരെ വീഡിയോ തെളിവുകൾ കൈമാറിയിട്ടും നടപടിയെടുക്കാത്തത് എന്തെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ യദുകൃഷ്ണൻ ചോദിക്കുന്നു. ഈ ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ മന്ത്രി തനിക്കെതിരെ പോലീസിൽ പരാതി നൽകണമെന്ന് വെല്ലുവിളിക്കുകയും യദുകൃഷ്ണൻ ഉയർത്തുന്നു. ഇതിനോട് മന്ത്രി പ്രതികരിച്ചിട്ടില്ല. യദുകൃഷ്ണയുടെ പോസ്റ്റ് മനോരമയടക്കം വാർത്തയാക്കിയിട്ടുണ്ട്. യദുകൃഷ്ണൻ്റെ പോസ്റ്റ് ചൂടെ എവിടെ നിന്നോ കിട്ടിയ ഒരു സ്ക്രീൻഷോട്ടിൻ്റെ പേരിൽ ഒരു MLA-ക്കെതിരെ വാർത്ത നൽകിയ മാധ്യമങ്ങളും കേസെടുത്ത പോലീസും ഇതൊന്നും കണ്ടതായി ഭാവിക്കുന്നില്ലല്ലോ. സംസ്ഥാന മന്ത്രി KB ഗണേഷ് കുമാറോ വാളകത്തെ കീഴൂട്ട് വീട്ടിൽ വ്യഭിചാരം നടത്തിയത് നിങ്ങൾ അറിഞ്ഞില്ലേ? ഭാര്യ ആ അവിഹിതം കയ്യോടെ പൊക്കിയത് അറിഞ്ഞില്ലേ? ഭാര്യ സ്വന്തം മൊബൈലിൽ തെളിവുകൾ ശേഖരിച്ചത് നിങ്ങൾ അറിഞ്ഞില്ലേ? ഭാര്യയുടെ മൊബൈൽ മന്ത്രി കൈക്കലാക്കാൻ ശ്രമിച്ചത് നിങ്ങൾ അറിഞ്ഞില്ലേ? ഭാര്യയെ മന്ത്രിയുടെ നിർദ്ദേശാനുസരണം പേഴ്സണൽ സ്റ്റാഫ് മർദ്ദിച്ചത് നിങ്ങൾ അറിഞ്ഞില്ലേ? ഭാര്യ പോലീസിൻ്റെ ടോൾ ഫ്രീ നമ്പറിൽ പരാതി നൽകിയത് നിങ്ങൾ മുക്കിയില്ലേ? കീഴൂട്ട് വീട്ടിലെത്തിയ പോലീസിനെ മന്ത്രി ഭാര്യ അവിഹിതത്തിൻ്റെ തെളിവുകൾ നൽകിയത് നിങ്ങൾ അറിഞ്ഞില്ലേ? മന്ത്രി ഭാര്യയ്ക്ക് പരിക്കേറ്റിട്ടും പോലീസ് ഒരു നടപടിയും സ്വീകരിക്കാത്തതെന്തേ?
112 നൽകിയ പരാതിയുടെ അവസ്ഥ എന്തായി എന്ന് ആരെങ്കിലും തിരക്കിയോ? ചുരുക്കത്തിൽ ഒരു മന്ത്രി സ്വന്തം വീട്ടിൽ അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് ഭാര്യ കയ്യോടെ പൊക്കിയിട്ട് പോലീസിൽ പരാതി നൽകിയിട്ട് ഭാര്യയെ കയ്യേറ്റം ചെയ്തിട്ട് ഈ നാട്ടിൽ ഒരു നടപടിയുമില്ലേ? ഇതെന്ത് നീതി? ഞാൻ വളച്ചുകെട്ടില്ലാതെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇത് തെറ്റെങ്കിൽ മന്ത്രി എനിക്കെതിരെ കേസെടുപ്പിക്കട്ടെ, വെല്ലുവിളിയായി കരുതിയാലും ബുദ്ധിമുട്ടില്ല. MJ യദുകൃഷ്ണൻ, KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ്. ഇതാണ് ആ വിവാദ പോസ്റ്റ്. ഗുരുതര ആരോപണമാണ് യദുകൃഷ്ണൻ ഉന്നയിക്കുന്നത്. പക്ഷേ മന്ത്രി പ്രതികരിച്ചതുമില്ല. മന്ത്രിയുടെ ഭാര്യ ഇക്കാര്യത്തിൽ പ്രതികരിക്കുമോ എന്നതാണ് ഇപ്പോൾ നിർണായകമായിട്ട്. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് വീണ്ടും കോംപ്രമൈസിലേക്ക് കൊണ്ടുവരാനായിട്ട് സർക്കാർ തലത്തിൽ ഉന്നതമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കും, അതിശക്തമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കും. അതായത് KB ഗണേഷ് കുമാറിൻ്റെ ഇപ്പോഴത്തെ ഭാര്യയാണ് പറഞ്ഞത്. ഇപ്പോഴത്തെ ഭാര്യനെ KB ഗണേഷ് കുമാറിൻ്റെ പേഴ്സണൽ സ്റ്റാഫാണ് മർദ്ദിച്ചിരിക്കുന്നത്. അതായത് KB ഗണേഷ് കുമാറിൻ്റെ ഒരു അവിഹിതം ഇപ്പോഴത്തെ ഭാര്യ കൈയോടെ പൊക്കി. ആ പൊക്കിയ സന്ദർഭത്തിൽ പേഴ്സണൽ സ്റ്റാഫ് കാവല്, നമുക്കറിയാം KB ഗണേഷ് കുമാറിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കുറച്ച് ഗുണ്ടകളെ കൊണ്ടായിരിക്കും അയാളെപ്പോഴും നടക്കുന്നത്. അതിപ്പോൾ ഡ്രൈവറാണെങ്കിലും മറ്റ് സ്റ്റാഫുകളാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അതാണ് അയാളുടെ സ്ഥിരം പരിപാടി. ഇയാളെപ്പറ്റി പൊതുവെ കൊട്ടാരക്കരക്കാർക്ക് എല്ലാവർക്കും തന്നെ അറിയാം. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ഒരു തരം മാടമ്പിത്തരവും ഈ സ്ഥിരം പെണ്ണ് കേസുമായിട്ട് നടക്കുക എന്നുള്ള ഒരൊറ്റ അജണ്ടയും കൊണ്ട് മാത്രമാണ് അയാൾ പിടിച്ചു നിൽക്കുന്നത്. പിന്നെ R ബാലകൃഷ്ണപിള്ളയുടെ മകനായതുകൊണ്ട് രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസ് B എന്നൊരു വിഭാഗത്തിൻ്റെ ഒരു നേതാവായിട്ട് R ബാലകൃഷ്ണപിള്ളയ്ക്ക് ശേഷം ആ ഒരു സ്ഥാനം അലങ്കരിക്കുന്നു. ആ ടിക്കറ്റിൽ നിന്നുകൊണ്ട് മത്സരിക്കുന്നു, ജയിക്കുന്നു. ഏതെങ്കിലും മന്ത്രിസഭകളൊക്കെ മാറി മാറി വരുമ്പോൾ എങ്ങനെയെങ്കിലും മന്ത്രിസ്ഥാനത്ത് കടിച്ചു തൂങ്ങുന്നു. തൻ്റേതായ തോന്നിവാസങ്ങളും തൻ്റേതായ ചില ലീലാവിലാസങ്ങൾക്കുമായിട്ട് ആ സ്ഥാനമാനങ്ങളെല്ലാം ഉപയോഗിക്കുന്നു. അതാണിപ്പോൾ നടക്കുന്ന ഒരു കാര്യം. നമ്മളിവിടെ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഒരു പീഡന വിഷയങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അത് നമുക്കറിയാം, കോടതി പോലും പറഞ്ഞിരിക്കുന്നതാണ്. അതൊക്കെ പണ്ട് കാലത്ത് നടന്നിരിക്കുന്ന അവരുടെ സൗഹൃദപരമായിട്ട് നടന്നിരിക്കുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ പൊക്കിക്കൊണ്ട് അത് പീഡന പരാതികളായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനൊന്നും നിലനിൽപ്പില്ല എന്നുള്ളത് കൃത്യമായിട്ട് തെളിവുകളോട് കൂടി തന്നെ കോടതി അത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് എത്രമാത്രം പ്രാധാന്യം കൊടുത്തിരുന്നു ഇവിടുത്തെ സംസ്ഥാന സർക്കാരാണെങ്കിലും മാധ്യമങ്ങളാണെങ്കിലും. പക്ഷേ ഈ ഒരു വിഷയം വന്നിട്ട് എന്തുകൊണ്ട് സർക്കാർ ഉറക്കം നടിക്കുന്നു? സർക്കാരിന് ഉറങ്ങിയേ പറ്റുള്ളൂ. സർക്കാർ അത് മുക്കാനായിട്ട് നോക്കുന്നു. എന്തുകൊണ്ട് മാധ്യമങ്ങളാരും മുക്കുന്നില്ല? മാധ്യമങ്ങൾ എന്തുകൊണ്ട് ഇത് പൊക്കി പിടിക്കുന്നില്ല? റിപ്പോർട്ടർ ചാനലിൽ മൊട്ടയറംകുമാറൊക്കെ എവിടെ പോയി? മരംകൊത്തി ചാനലൊക്കെ കൊട്ടേഷൻ എടുത്തിരിക്കുകയല്ലേ. പിണറായിക്ക് വേണ്ടിയിട്ട് മാത്രം കൊട്ടേഷൻ എടുത്താൽ മതിയോ? ഇത്തരം മന്ത്രിസഭയിൽ ഇത്രയേറെ മ്ലേച്ഛമായ കാര്യങ്ങൾ നടന്നിട്ട് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് തന്നെ മന്ത്രിയുടെ ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ചിട്ട് ഇത്രയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾ പൊതുമണ്ഡലത്തിലേക്ക് വന്നിട്ട് എന്തുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യുന്നില്ല? നിങ്ങൾക്ക് രാഹുൽ മാക്കൂട്ടം അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് തുരുതുര വാർത്ത കൊടുക്കാനൊക്കെ എത്ര ഉത്സാഹമായിരുന്നു. എവിടെ പോയി? ലക്ഷ്മി പത്മ എവിടെ പോയി? ഇത്തരം സ്ത്രീകളുടെ വൈറ്റാട്ടി എന്നുള്ള ലേബൽ എടുത്തുകൊണ്ട് പൊതുമണ്ഡലത്തിൽ അമ്മ ഇവിടെ ഇരുന്ന് കരയുന്നു, കുട്ടികൾ അവിടെ ഇരുന്ന് കരയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായ ഫേസ്ബുക്ക് പോസ്റ്റും ഭയങ്കര കണ്ണീരൊലിപ്പീരും ഒക്കെ നടത്തുന്ന ലക്ഷ്മി പത്മയൊക്കെ ഇപ്പോൾ ഈ വിഷയത്തിനകത്ത് എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല? ഇപ്പോൾ ഏതാ ബിഗ് TV-യിലോ മറ്റോ വർക്ക് ചെയ്തുണ്ടെന്നല്ലേ പറയുന്നത്. എന്തുകൊണ്ടാണ് ലക്ഷ്മി പത്മ എന്ന രംഗത്തേക്ക് വരാതെ? എവിടെ പോയി? ബാക്കിയുള്ള നടിമാരും അതുപോലെ തന്നെ സാഹിതി ചെയർമാന്മാരും അതുപോലെ തന്നെ ഇമോജി കണ്ടു കഴിഞ്ഞാൽ തലകറങ്ങുന്ന ഇടതുപക്ഷത്തിൻ്റെ സാഹിത്യകാരികളും ഡോക്ടറേറ്റുള്ള സാഹിത്യകാരികളും ഒക്കെ എവിടെ പോയി? എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ഇവിടെയൊന്നും സ്ത്രീപക്ഷമൊന്നും വേണ്ടേ? മന്ത്രിയുടെ ഭാര്യയ്ക്കാണ് മർദ്ദനമേറ്റിരിക്കുന്നതായിട്ട് ഇപ്പോൾ വാർത്ത വന്നിരിക്കുന്നത്. അതും മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ്. എന്തിനു വേണ്ടിയിട്ടാണ്? മന്ത്രി അവിഹിതം നടത്തിയതിൻ്റെ പേരിൽ. അപ്പോൾ ഇതൊന്നും വാർത്തയാക്കണ്ടേ? ഒരു പ്രതിപക്ഷത്തുള്ള ഒരു MLA എവിടെയെങ്കിലും ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് സൗഹൃദപരമായിട്ട് നടന്നിരുന്ന കാര്യങ്ങൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് ഇവിടെ വാർത്തയാക്കിയപ്പോൾ ഈ വിഷയത്തിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു വാർത്ത പോലും കൊടുക്കാനായിട്ടില്ലേ? ഇവിടെ പൊതുസമൂഹത്തിന് ഇത്തരം വാർത്തകൾ അറിയണമായിട്ടല്ല, പക്ഷേ ഒരു MLA-യുടെ ഒരു വിഷയം 2-3 വർഷങ്ങൾക്ക് മുമ്പ് നടന്നിരിക്കുന്ന വിഷയങ്ങൾ ഇപ്പോൾ പൊക്കിപ്പിടിച്ച് നിങ്ങൾ വാർത്തയാക്കുമ്പോൾ ഇപ്പോൾ പ്രസൻ്റ്ലി നടന്നിരിക്കുന്ന അതിനേക്കാൾ 10 ഇരട്ടി ഗൗരവമുള്ള ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ വാർത്ത കൊടുക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ വരുമ്പോഴാണ് നിങ്ങൾ കാണിക്കുന്ന ഈ ഇരട്ടത്താപ്പ്. അത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു തരം കുഴലൂത്ത് പണി എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. ആ വൃത്തികെട്ട പണിയാണ് നിങ്ങൾ ഈ 4-ാം തൂണ് എന്ന് അവകാശപ്പെടുന്ന 4-ാം കിട പണി ചെയ്യുന്നവർ എന്നാണ് ഇവിടെ പൊതുസമൂഹം ചോദിക്കുന്നത്. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ പൊതുസമൂഹം വിലയിരുത്തുക. ഇതാണ് ഇപ്പോൾ ഈ വിവരം എന്ന് പറയാനാണ്
ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നു. നന്ദി.